ഇറാനിലെ സംഘർഷം കടുത്ത നിലയിലേക്ക് നീങ്ങുന്നതിനിടെ US യുദ്ധവിമാനവുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ പുറത്തുവന്നു. തെക്കൻ ഇറാനിൽ തകർന്നു വീണ F-50 യുദ്ധവിമാനത്തിലെ പൈലറ്റിനെ കണ്ടെത്താനായി US ഉദ്യോഗസ്ഥർ അറിയിച്ചു. എന്നാൽ പൈലറ്റിനെ സുരക്ഷിതമായ രാജ്യത്ത് പുറത്തേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ ഇതുവരെ വിജയിച്ചിട്ടില്ലെന്നാണ് വിവരം. പൈലറ്റിനെ കണ്ടെത്തി പ്രദേശത്ത് അതിശക്തമായ ഏറ്റുമുട്ടൽ നടത്തിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പൈലറ്റ് സ്ത്രീയാണോ പുരുഷനാണോ എന്നതിലും ഇതുവരെ വ്യക്തത ലഭിച്ചിട്ടില്ല. പൈലറ്റിനെ രക്ഷപ്പെടുത്തുന്നതിനായി US സൈന്യം സങ്കീർണമായ രക്ഷാപ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഇറാൻ അതിർത്തിക്കുള്ളിൽ തുടരുന്ന ഈ തിരച്ചിൽ ദൌത്യം അതീവ അപകടകരമാണെന്ന് സൈനിക വൃത്തങ്ങൾ വിലയിരുത്തുന്നത്. പ്രദേശത്ത് ഇറാൻ സൈന്യത്തിന്റെ ശക്തമായ സാന്നിധ്യവും നിരീക്ഷണവും നിലനിൽക്കുന്നതിനാൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ വെല്ലുവിളികളാണ് നേരിടുന്നത്. ഇതിനിടെ ഇറാനിൽ നടന്ന ശക്തമായ ആക്രമണത്തെക്കുറിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. ആക്രമണത്തിൽ ഇറാനിലെ ഉന്നത സൈനിക നേതാക്കളിൽ ചിലർ കൊല്ലപ്പെട്ടതായി അദ്ദേഹം അവകാശപ്പെട്ടു. സ്വന്തം സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഈ വിവരം പങ്കുവച്ചത്. ഇറാനെ അവിവേകത്തോടെയും തെറ്റായ രീതിയിൽ നയിച്ച നേതാക്കളെയാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. കൂടാതെ അമേരിക്കയുമായി 48 മണിക്കൂറിനുള്ളിൽ ധാരണയിലെത്തിയില്ലെങ്കിൽ ഇറാനെതിരെ കൂടുതൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിരുന്നു. ട്രംപിന്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇറാൻ 2 US യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു. അതിൽ F-50A ഉൾപ്പെടെയുള്ളതാണ് വിവരം. തകർന്നു വീണ വിമാനത്തിലെ ഒരു സൈനികൻ രക്ഷപ്പെട്ടെങ്കിലും പൈലറ്റിനെ കാണാതാവുകയായിരുന്നു. ഇതോടെ പൈലറ്റിനെ കണ്ടെത്താൻ ഇറാനിലെ റവല്യൂഷണറി ഗാർഡ്സ് വ്യാപകമായി തിരച്ചിൽ ആരംഭിച്ചു. രാജ്യത്തിന്റെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിലാകെ തിരച്ചിൽ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. പൈലറ്റിനെ ജീവനോടെ പിടികൂടുന്നവർക്ക് വൻ പാരിതോഷികവും ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏകദേശം 61 ലക്ഷം രൂപയാണ് ഇതിനായി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. തകർന്നു വീണ വിമാനത്തിന്റെ ചിത്രങ്ങൾ ഇറാൻ വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടതോടെ സംഭവത്തിന് കൂടുതൽ അന്താരാഷ്ട്ര ശ്രദ്ധ ലഭിച്ചു. പൈലറ്റിനെ ഇറാൻ പിടികൂടാൻ കഴിഞ്ഞാൽ അത് തന്ത്രപ്രധാനമായ നീക്കമാകുമെന്നും യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റാൻ സാധ്യതയുണ്ടാകുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇതിനിടെ US രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നതിനിടെ കൂടുതൽ സംഘർഷമുണ്ടായി. പൈലറ്റിനെ കണ്ടെത്താനെത്തിയ US ഹെലികോപ്റ്ററുകൾക്ക് ഇറാൻ സൈന്യം വെടിയുതിർത്തിയതുമായി റിപ്പോർട്ടുണ്ട്. ഇതോടെ രക്ഷാപ്രവർത്തനം കൂടുതൽ സങ്കീർണമാവുകയും അപകട സാധ്യത വർദ്ധിക്കുകയും ചെയ്തു. എന്നാൽ വിമാനങ്ങൾ തകർന്നത് ഇറാൻ നടത്തിയ ആക്രമണ ഫലമാണെന്നാണ് US ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. മറ്റൊരു വശത്ത് US ഇസ്രായേൽ സമാധാന ചർച്ചകൾ തടസ്സപ്പെട്ടുവെന്ന വാർത്തകൾ പാകിസ്ഥാൻ തള്ളിക്കളഞ്ഞു. ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതവുമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി. മേഖലയിലെ നിലവിലെ സംഘർഷ സാഹചര്യത്തെക്കുറിച്ചും സമാധാന ശ്രമങ്ങളെക്കുറിച്ചും നിരവധി ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും അവയിൽ പലതും വിശ്വസനീയമല്ല എന്ന നിലപാടാണ് പാകിസ്ഥാന്റേത്. ഇറാനിൽ നിന്നുള്ള വ്യക്തമായ പ്രതികരണം ലഭിക്കാത്തതിനെ തുടർന്ന് സമാധാന നീക്കങ്ങളുടെ വേഗത കുറയുമെന്ന വിലയിരുത്തലുകൾ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. എന്നിരുന്നാലും മേഖലയിലെ സംഘർഷം കുറയ്ക്കാനും സംഭാഷണത്തിന് വഴി തെളിയിക്കാനും ശ്രമങ്ങൾ തുടരുന്നുണ്ടെന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കി. മൊത്തത്തിൽ US ഇറാൻ ബന്ധത്തിൽ നിലനിൽക്കുന്ന ഈ പുതിയ സംഘർഷാവസ്ഥ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ വഴിവെക്കാനിടയുണ്ട്. കാണാതായ പൈലറ്റിന്റെ സുരക്ഷയും തുടർന്നുള്ള സൈനിക നീക്കങ്ങളും അടുത്ത ദിവസങ്ങളിൽ നിർണായകമായി മാറാനാണ് സാധ്യത. അതേസമയം ബഹ്റൈനിലെ സിത്ര മേഖലയിലെ കെട്ടിടങ്ങളിൽ വൻ തീപിടുത്തമുണ്ടായി. തീ നിയന്ത്രണ വിധേയമാണെന്നും അധികൃതർ അറിയിച്ചു. കുവൈത്തിലും ഇറാൻ കനത്ത ആക്രമണം നടത്തി. എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ മിലിറ്ററി കോംപ്ലക്സ് ലക്ഷ്യമിട്ടാണ് ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നത്. വൈദ്യുതി ജലവിതരണ ശൃംഖലയ്ക്ക് നേരെ ആക്രമണങ്ങളുണ്ടായി. 2 പ്രധാന പവർ സ്റ്റേഷനുകൾ ഭാഗികമായി തകർന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിൽ മിലിറ്ററി കോംപ്ലക്സിന് വൻ നാശനഷ്ടമുണ്ടായി. A-10 തണ്ടർബോൾട്ട് യുദ്ധവിമാനം കുവൈത്തിലാണ് തകർന്നു വീണത്. വിമാനത്തിൽ നിന്ന് ഇജക്ട് ചെയ്യപ്പെട്ട പൈലറ്റ് സുരക്ഷിതരാണെന്ന് US സ്ഥിരീകരിച്ചു. 23 വർഷത്തിനിടെ ആദ്യമായാണ് US യുദ്ധവിമാനങ്ങൾ ശത്രുരാജ്യം വെടിവെച്ചിടുന്നത്. 2003 ഇറാഖ് യുദ്ധത്തിനിടെ US-ന്റെ A-10 തണ്ടർബോൾട്ട് വിമാനം ഇറാഖ് വെടിവെച്ചിട്ടിരുന്നു. ഇറാഖിൽ തകർന്നു വീണ A-50A പൈലറ്റിനെ കണ്ടെത്താനായി രാജ്യത്തിന്റെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ റവല്യൂഷണറി ഗാർഡിന്റെ തിരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.